ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധ അധ അഷ്ടമോऽധ്യായ. ശൗനക ഉവാച. സൂത ജീവചിരം സാധോ വദനോ വദതാം വരാ. തമസ്യ പാരേ ഭ്രമതാം നൃണാം ത്വം പാരദർശന. ആഹുശ്ചിരായുഷമൃഷിം മൃഗണ്ഡുതനയം ജനാ. യൽപാന്തേ ഉർവരിതോ യേന ഗ്രസ്തമിദം ജഗൽ. സ വാ അസ്മൽകുലോൽപ്പന്ന കൽപേസ്മിൻ ഭാർഗവർഷഭ. നൈവാധുനാ വിഭൂതാനാം സംപ്ലവ കോപി ജായത്തെ. ഏക ഏവാർണവേ ഭ്രാമ്യൻ ദദർശ പുരുഷം കില. വടപത്രപുടേ തോകം ശയാനം ത്വേകമദ്ഭുതം. ഏഷ ന സംശയോ ഭൂയാൻ സൂത കൗതൂഹലം യഥാ. തം നച്ഛിന്ധി മഹായോഗിൻ പുരാണേഷ്വപി സമ്മത. സൂത ഉവാച. പ്രശ്നസ്ത്വയാ മഹർഷേയം കൃതോ ലോകഭ്രമാപഃ. നാരായണകഥാ യത്ര ഗീതാകലിമലാപഃ. പ്രാപ്തദ്വിജാതിസംസ്കാരോ മാർക്കണ്ഡേയ പിതുക്രമാൽ. ഛന്ദാംസ്യധീത്യ ധർമ്മേണ തപസ്വാധ്യായ സംയുത. ബൃഹദ്വ്രതധര ശാന്തോ ജഡിലോ വൽക്കലാംബര. ബിഭ്രൽകമണ്ഡലും ദണ്ഡമുപവീതം സമേഖലം. കൃഷ്ണാജിനം സാക്ഷസൂത്രം കുശാംശ്ച നിയമർദ്ധയേ. അഗ്ന്യർക്കഗുരുവിപ്രാത്മസ്വർച്ചയൻ സന്ധ്യയോർഹരിം. സായം പ്രാതഃ സഗുരവേ ഭൈക്ഷ്യമാഹൃത്യ വാഗ്യത. ബുഭുജേ ഗുരുവനുജ്ഞാത സകൃന്നോ ചേതുപോഷിത. ഏവം തപസ്വാധ്യായപരോ വർഷാണാമയുതായുധം. ആരാധയൻ ഹൃഷീകേശം ജിഗ്യേ മൃത്യും സുദുർജയം. ബ്രഹ്മാ ഭൃഗുർഭവോ ദക്ഷോ ബ്രഹ്മപുത്രാശ്ചയേ പരേ. നൃദേവ പിതൃഭൂതാനി തേനാസന്നതിവിസ്മിതാഃ. ഇദ്ധം ബൃഹദ്വ്രതധരസ്തപസ്വാധ്യായ സംയമൈ. ദധ്യാവധോക്ഷജം യോഗി ധ്വസ്തക്ലേശാന്തരാത്മന. തസ്യൈവം യുഞ്ജതശ്ചിത്തം
മഹായോഗേന യോഗിന വ്യതീയായ മഹാൻ കാലോ മന്വന്തരഷഡാത്മക ഏതത് പുരന്തരോ ജ്ഞാത്വാ സപ്തമേസ്മിൻ കിലാന്തരേ തപോ വിശങ്കിതോ ബ്രഹ്മന്നാരേഭേ തദ്വിഘാതനം ഗന്ധർവാപ്സരസകാമം വസന്തമലയാനിലൗ മുനയേ പ്രേഷയാമാസ രജസ്തോകമദൗ തദാ തേ വൈ തദാശ്രമം ജഗ്മുർ ഹിമാദ്രേ പാർശ്വ ഉത്തരേ പുഷ്പഭദ്രാ നദീ യത്ര ചിത്രാഖ്യാ ച ശിലാവിഭോ തദാശ്രമപദം പുണ്യം പുണ്യദ്രുമലതാഞ്ജിതം പുണ്യദ്വിജകുലാകീർണം പുണ്യാമലജലാശയം മത്തഭ്രമരസംഗീതം മത്തകോകിലകൂജിതം മത്തബർഹി നടാടോപം മത്തദ്വിജകുലാകുലം വായുപ്രവിഷ്ട ആദായ ഹിമനിർജ്ജരശീകരാൻ സുമനോഭി പരിഷ്വക്തോ വവാവുത്തും ഭയൻ സ്മരം ഉദ്യച്ചന്ദ്രനിശാവക്ത്രപ്രവാളസ്തവകാളിഭി ഗോപാദ്രുമലതാജാലൈസ്തത്രാസീൽ കുസുമാകര അന്വീയമാനോ ഗന്ധർവൈർ ഗീതവാദിത്രയൂഥകൈ അദൃശ്യതാത്തചാപേഷു സ്വസ്ത്രീയൂഥപതി സ്മര ഹുത്വാഗ്നിം സമുപാസീനം ദദൃശു ശക്രകിങ്കരാഃ മീലിതാക്ഷം ദുരാധർഷം മൂർത്തിമന്ദമിവാനലം നൃദുസ്തസ്യ പുരതാ സ്ത്രിയോധോ ഗായകാ ജഗു മൃദംഗവീണാപണവൈ വാദ്യം ചക്രുർമനോരമം സന്ദധേസ്ത്രം സ്വധനുഷി കാമഃ പഞ്ചമുഖം തദാ മധുർമനോ രജസ്തോക ഇന്ദ്രഭൃത്യാ വ്യകമ്പയൻ ക്രീഡന്ത്യാ പുഞ്ചികസ്ഥല്യാ കന്ദുകൈസ്തനഗൗരവാൻ ഭൃശമുദ്വിഗ്നമധ്യായ കേശവിസ്രംസിതസ്രജ ഇതസ്തതോ ഭ്രമദൃഷ്ടേശ്ചലന്ത്യാ അനുകന്ദുകം വായുർജഹാര തദ്വാസാ സൂക്ഷ്മം ത്രുടിതമേഖലം വിസസർജ തദാ ബാണം മത്വാത്തം സ്വജിതം സ്മര സർവം തത്രാഭവന്മോഘമനീശസ്യ യഥോദ്യമ തയിദ്ധമപകുർവന്തോ മുനേസ്തത്തേജസാ മുനേ ദഹ്യമാനാ നിവവൃതു പ്രബോധ്യാഹിമിവാത്ഭകാം ഇതീന്ദ്രാനുചരൈർബ്രഹ്മൻ ധർഷിതോപി മഹാമുനി എന്നാഗാദഹമോ ഭാവം ന തച്ചിത്രം മഹൽസുഹി ദൃഷ്ട്വാ നിസ്തേജസം കാമം സഗണം ഭഗവാൻ സ്വരാട് ശ്രുത്വാനുഭാവം ബ്രഹ്മർഷേർ വിസ്മയം സമഗാൽപരം തസ്യൈവം യുഞ്ജതശ്ചിത്തം തപസ്വാധ്യായ സംയമൈഃ അനുഗ്രഹായാവിരാസീൻ നരനാരായണോ ഹരി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നരനാരായണമൂർത്തി ഭഗവാന് കീ ജൈ ബദരി വിശാലമൂർത്തി ഭഗവാന് കീ ജൈ തൗ ശുക്ലകൃഷ്ണൗ നവകഞ്ചലോചനൗ ചതുർഭുജൗ രൗരവവൽക്കലാംബരൗ പവിത്രപാണീയുപവീതകം ത്രിവൃൽ കമണ്ഡലും ദണ്ഡമൃജും ച വൈണവം പത്മാക്ഷമാലാമുദജന്തുമാർജനം വേദം ച സാക്ഷാത് തപ ഏവ രൂപിണൗ തപത്തടിദ്വർണപിശങ്കരോചിഷാ പ്രാംശൂദധാനൗ
വിബുധർഷഭാർച്ചിതൗ തേ വൈ ഭഗവതോ രൂപേ നരനാരായണാവൃഷി ദൃഷ്ടോർദ്ധായാദരേണോച്ചേർനനാമാംഗേന ദണ്ഡവൽ സാ തൽസന്ദർശനാനന്ദ നിർവൃതാത്മേന്ദ്രിയാശയ ഹൃഷ്ടരോമാശ്രുപൂർണാക്ഷോ നസേഹേ താവുദീക്ഷിതും ഉദ്ധായ പ്രാഞ്ജലിപ്രഹ്വ ഔത്സുക്യാദാശ്ലിഷന്നിവ നമോ നമ ഇതീശാനൗ ബഭാഷേ ഗദ്ഗദാക്ഷര തയോരാസനമാദായ പാദയോരവനിജ്യ ച അർഹണേനാനുലേപേന ധൂപമാല്യൈരപൂജയൽ സുഖമാസനമാസീനൗ പ്രസാദാഭിമുഖൗ മുനി പുനരാനമ്യ പാദാഭ്യാം ഗരിഷ്ഠാവിതമബ്രവിൽ മാർക്കണ്ഡേയ ഉവാച കിം വർണ്ണയേ തവ വിഭോ യദുദീരിതോസു സംസ്പന്ദതേ തമനുവാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാമജ ശർവയോശ്ച സ്വസ്യാപ്യധാപി ഭജതാമസി ഭാവബന്ധു മൂർത്തി ഇമേ ഭഗവതോ ഭഗവം സ്ത്രിലോക്യ ക്ഷേമായ താപവിരമായ ച മൃത്യുജിത്യൈ നാനാബിഭർഷ്യ വിദുമന്യതനുർയഥേദം സൃഷ്ട്വാ പുനർഗ്രസസി സർവമിവോർണനാഭി തസ്യാവിതു സ്ഥിരചരേഷിതുരംഘ്രിമൂലം യൽസ്ഥം ന കർമ്മഗുണകാലരജസ്പൃശന്തി യദ്വൈ സ്തുവന്തി നിനമന്തി യജന്ത്യഭീക്ഷ്ണം ധ്യായന്തി വേദഹൃദയാ മുനയസ്തദാപ്ത്യൈ നാന്യം തവാംഘ്രുപനയാതപവർഗമൂർത്തേ ക്ഷേമം ജനസ്യ പരിതോഭിയ ഈശവിദ്മ ബ്രഹ്മാ ബിഭേത്യലമതോദ്യുപരാർത്ഥധിഷ്ണ്യാ കാലസ്യ തേ കിമുത തൽകൃതഭൗതികാനാം തദ്വൈ ഭജാമ്യുതധിയസ്തവ പാദമൂലം ഹിത്വേദമാത്മച്ഛതി ചാത്മഗുരോ പരസ്യ ദേഹാദ്യപാർത്ഥമസദന്ത്യമഭീജ്ഞമാത്രം വിന്ദേത തേ തർഹി സർവമനീഷിതാർത്ഥം സത്വം രജസ്തമ ഇതീശ തവാത്മബന്ധോ മായാമയാ സ്ഥിതിലയോദയഹേതവോസ്യ ലീലാധൃതായദപി സത്വമയീ പ്രശാന്ത്യൈ നാന്യേ നൃണാം വ്യസനമോഹഭിയശ്ചയാഭ്യാം തസ്മാത്തവേഹ ഭഗവന്നധ താവകാനാം ശുക്ലാം തനും സ്വദയിതാം കുശലാ ഭജന്തി യൽസാത്വതാം പുരുഷരൂപമുശന്തി സത്വം ലോകോ യതോ ഭയമുതാത്മസുഖം ന ചാന്യൽ തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂമ്നെ വിശ്വായ വിശ്വഗുരവേ പരദൈവതായ നാരായണായ ഋഷയേ ച നരോത്തമായ ഹംസായ സംയതഗിരേ നിഗമേശ്വരായ യം വൈ നവേത വിദധാക്ഷപഥൈർഭ്രമദ്ധീം സന്തം സ്വഘേഷ്വസുഷു ഹൃദ്യപി ദൃക്പഥേഷു തന്മായാവൃതമതി സ ഉ ഏവ സാക്ഷാദാദ്യസ്തവാഖില ഗുരോരുപസാദ്യ വേദം യദ്ദർശനം നിഗമ ആത്മരഹ പ്രകാശം മുഹ്യന്തി യത്ര കവയോജപരായതന്ത തം
സർവവാദവിഷയപ്രതിരൂപശീലം വന്ദേ മഹാപുരുഷമാത്മനിഗൂഢബോധം വന്ദേ മഹാപുരുഷം ആത്മനിഗൂഢബോധം. ശ്രീഹരേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ മാർക്കണ്ഡേ തപശ്ചര്യാനിരൂപണം നാമ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. അച്യുതാ നിന്റെ പൂജയ്ക്കായി അച്യുതൻ തന്നെ എത്തവേ അച്യുതാ നിന്റെ പാദത്തിൽ അച്യുത ഭക്തിയേ കണേ. പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി എന്ന പരമപവിത്രമായ പദവി ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ള ഭാഗ്യം അനിലപുരേശ്വരനായിരിക്കുന്ന ഭഗവാൻ മലപ്പുറം കവപ്രമാറാത്ത് KM അച്യുതൻ നമ്പൂതിരിക്ക് നൽകിയിരിക്കുന്നു. നിയുക്ത മേൽശാന്തിയായി അദ്ദേഹത്തെ ഇന്നലെ തിരഞ്ഞെടുത്തു. നിലവിലുള്ള മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ്. നമസ്കാര മണ്ഡപത്തിലെ വെള്ളിക്കുടത്തിൽ നിന്നും നറുക്കെടുത്തത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് നടന്നത്. വേദപണ്ഡിതനും വൈദിക പാരമ്പര്യവുമുള്ള കുടുംബത്തിലെ അംഗവുമായ അച്യുതൻ നമ്പൂതിരി ഭാഗവത ആചാര്യൻ കൂടിയാണ്. ഈ വരുന്ന 31-ാം തീയതി മേൽശാന്തി സ്ഥാനത്തിൻ്റെ അടയാളമായ കാരുണ്യശ്രീ കോവിലിൻ്റെ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാശാന്തിയായി ചുമതലയേൽക്കും അദ്ദേഹം. ആ സന്തോഷം പങ്കുവെച്ചും കൊണ്ടാണ് ഇന്ന് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയുടെ 944-ാമത്തെ ദിവസം ആരംഭിക്കുന്നത്. ദ്വാദശസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകങ്ങളാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. ദ്വാദശസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇപ്പോൾ മുമ്പ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതിൽ തന്നെ ആദ്യം ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. 5 ശ്ലോകങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ഈ 5 ശ്ലോകങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഇവിടെ മാർക്കണ്ഡേയൻ്റെ കഥ പറയാനായിട്ട് ആരംഭിക്കുന്നത്. ശൗനകൻ ചോദിക്കുകയാണ്, സൂത ജീവചിരം സാധോ വദനോ വദതാം വര തമസ്യ പാരേ ഭ്രമതാം നൃണാം ത്വം പാരദർശന. സൂത, അല്ലയോ സൂത, ചിരം ജീവ, വളരെ കാലം ജീവിച്ചാലും, വദതാം വര, പറയാനറിയുന്നവരിൽ ഏറ്റവും വരനായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന സാധോ, സാധുവായിരിക്കുന്നവനെ, സജ്ജനമായിരിക്കുന്നവനെ, നോ വദ എന്ന് പറഞ്ഞാൽ ന വദ, ഞങ്ങളോട് പറഞ്ഞാലും, അപാരേ തമസി, കര കാണാത്തതായിട്ടുള്ള ഈ അന്ധകാരത്തിൽ, ഭ്രമതാം നൃണാം, ചുറ്റിത്തിരിയുന്ന മനുഷ്യർക്ക്, ത്വം പാരദർശന, അങ്ങ്
കര കാണിച്ചു കൊടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഈ സംസാരസാഗരത്തിൻ്റെ മറുകര എത്തിക്കുന്ന ആളാണ് എന്ന് പറയുന്നു. ഇപ്പോൾ മാർക്കണ്ഡേയൻ്റെ തപസ്, കാമാദികൾക്ക് പോലും മോഹിപ്പിക്കാൻ കഴിയാത്ത ആ മുനിയുടെ നരനാരായണന്മാരെക്കുറിച്ചുള്ള സ്തുതി, അതൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കേൾക്കുന്നത്. ഇപ്പം സൂതനോട് പറയുകയാണ്, സൂത, ഹേ സജ്ജന ശിരോമണേ, അങ്ങ് പറഞ്ഞു തരൂ. പറയാനറിയുന്ന ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അങ്ങ്, അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞു തരൂ. വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. കര കാണാത്ത ഈ സംസാരത്തിൽ ജനന മരണാദികളാകുന്ന ആ പുനരാവർത്തി, പുനരപി ജനനം പുനരപി മരണം എന്ന രീതിയിൽ ചുറ്റിത്തിരിയുന്ന മനുഷ്യർക്ക് ആ കരുണാസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ കാലടികളെ, കരയുന്ന ഭക്തനെ കരകയറ്റുന്ന ആ കര, ആ ഭഗവാന്റെ കാരുണ്യത്തെ മനസ്സിലാക്കി തരാൻ അങ്ങക്കേ സാധിക്കുള്ളൂ. സംസാരാന്ധകാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകളെ വേണ്ട പോലെ പറഞ്ഞാലും. ആഹുശ്ചിരായുഷമൃഷിം മൃഗണ്ഡുതനയം ജനാഹ യ കൽപ്പാന്തേ ഉർവരിതോ യേന ഗ്രസ്തമിതം ജഗൽ. യേന ഇതം ജഗൽ, ഏതൊന്നുകൊണ്ട് ഈ ലോകം ഗ്രസിക്കപ്പെടുന്നുവോ, തസ്മിൻ കൽപ്പാന്തേ, ആ കൽപ്പാന്തത്തിൽ, യ ഉർവരിത, ഏതൊരുവൻ അവശിഷ്ടനായോ അല്ലെങ്കിൽ ബാക്കി വന്നോ, മൃഗണ്ഡുതനയം ഋഷിം, മൃഗണ്ഡുവിൻ്റെ പുത്രനായിരിക്കുന്ന ആ ഋഷിയെ, ജനാഹ ചിരായുഷം ആഹു, ചിരായുസ്സുള്ളവനാണ് എന്ന് പറയുന്നു. എന്താണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണെങ്കിൽ, അല്ലയോ സൂത, ഈ മൃഗണ്ഡുപുത്രനായിരിക്കുന്ന, അതുകൊണ്ട് തന്നെ മാർക്കണ്ഡേയൻ എന്ന് അറിയപ്പെടുന്ന ആ ഋഷിയെ ജനങ്ങൾ ചിരഞ്ജീവി എന്ന് പറയുന്നു, ചിരായുസ്സാണ് എന്ന് പറയുന്നു. കാരണം ലോകം മുഴുവൻ നിശേഷം നശിപ്പിക്കുന്നു. കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ലോകം ഭഗവാനിലേക്ക് ലയിക്കുന്നു. എന്നാൽ ആ കൽപ്പാന്തത്തിലും ജീവിച്ചിരിക്കുന്ന ആളാണ് മാർക്കണ്ഡേയൻ. അതുകൊണ്ട് സകലതും നശിച്ചിരിക്കെ ആ ഋഷി മാത്രം ജീവിച്ചിരിക്കുന്നത് സംഭവിക്കുന്നതാണോ? ആ കഥ കേൾക്കാൻ, ആ ഋഷിയെക്കുറിച്ചറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സവാ അസ്മിൻ അസ്മത്കുലോൽപ്പന്ന കൽപ്പേസ്മിൻ ഭാർഗവർഷഭ നൈവാധുനാപി ഭൂതാനാം സംപ്ലവ കോപി ജായത്തെ. ഭാർഗവർഷഭ, സ ഭാർഗവന്മാരിൽ ഋഷഭനായ ശ്രേഷ്ഠനായിരിക്കുന്ന അദ്ദേഹം, അസ്മിൻ കൽപ്പേ, ഈ കൽപ്പത്തിൽ, അസ്മത് കുലോൽപ്പന്ന, ഞങ്ങളുടെ കുലത്തിൽ ഉത്ഭവിച്ചവനാണ്. അധുനാപി, അധുനാ അപി, ഇപ്പോഴും, ഭൂതാനാം കോപി സംപ്ലവ ന ജായത്തെ ഏവ, ഭൂതങ്ങളുടെ ഒരു തരത്തിലുള്ള പ്രളയവും ഉണ്ടാകുന്നില്ല. പ്രളയം തന്നെ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടും ജനങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ മുനിശ്രേഷ്ഠൻ ഈ കൽപ്പത്തിൽ ഞങ്ങളുടെ കുലത്തിൽ ആണ് ജനിച്ചത്, ഭൃഗുകുലശ്രേഷ്ഠൻ. അതുകൊണ്ടാണ് ഭാർഗവർഷഭൻ എന്ന് ജനങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പത്തിൽ പ്രാകൃതികമോ നൈമിത്തികമോ ആയ യാതൊരു പ്രളയവും ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. പിന്നെ ഏക ഏവാർണവേ ഭ്രാമ്യൻ ദദർശ പുരുഷം കില വടപത്രപുടേ തോകം ശയാനം ത്വേകമത്ഭുതം. ഏക ഏവ, ഏകനായിട്ട് തന്നെ, അർണവേ ഭ്രാമ്യൻ, സമുദ്രത്തിൽ ഭ്രമിക്കുന്നവനായിട്ട്, വടപത്രപുടേ, ആലിലയിൽ ശയാനം, ശയിക്കുന്നവനും, അത്ഭുതം പുരുഷം, ആശ്ചര്യസ്വരൂപനും പുരുഷനുമായ, ഏകം തോകം, ഒരു ബാലനെ, ദദർശാക്കില, കണ്ടുവത്രേ. ഇപ്പൊ ലോകം മുഴുവൻ സമുദ്രത്താൽ മൂടപ്പെട്ടിരിക്കുന്നു, പ്രളയം അല്ലേ? ആ ഏകാർണവത്തിൽ ആ മുനി ഏകനായി നിൽക്കുന്നു. സമുദ്രജലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുങ്ങിയും പൊങ്ങിയും ഉയർന്നും താണും സഞ്ചരിക്കുമ്പോൾ ആലിലയിൽ കിടക്കുന്ന ഒരു ഉണ്ണിയെ, അത്ഭുത ബാലനെ കണ്ടു എന്നും കവികൾ പറയുന്നു. ഇതെങ്ങനെ യോജിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയം. പ്രളയമുണ്ടായിട്ടില്ല. അപ്പോൾ പ്രളയജലത്തിൽ മാർക്കണ്ഡേയൻ ഈ ആലില
കണ്ണനെ അല്ലെങ്കിൽ ആലിലയിൽ കിടക്കുന്ന ഒരു ഉണ്ണിയെ കണ്ടത് എങ്ങനെയാണ്? ഇത് പരസ്പര വിരുദ്ധങ്ങളായിട്ട് തോന്നുന്നു. എന്താണിത്? ഏഷണ സംശയോ ഭൂയാൻ സൂത കൗതൂഹലം യഥാ തം ന ഛിന്തി മഹായോഗിൻ പുരാണേഷ്വപി സമ്മത. ഏഷ ഇത് ഞങ്ങൾക്ക് ഭൂയാൻ സംശയ അധികം സംശയം ഉണ്ടാക്കുന്നു. യഥ അതുകൊണ്ട് ഹേ സൂത കൗതൂഹലം ഔത്സുക്യം കൊണ്ട് കൗതുകം കൊണ്ട് മഹായോഗിൻ ഹേ മഹാനായ യോഗിയായിരിക്കുന്നവനെ പുരാണേഷു അപി സമ്മതഃ ത്വം പുരാണങ്ങളിലും സമ്മതനായ അങ്ങ് ന തം ഛിന്തി ഞങ്ങളുടെ ആ സംശയത്തെ നശിപ്പിക്കണേ, അതിനെ ദൂരീകരിക്കണേ. അപ്പോൾ അദ്ദേഹം കൽപ്പാവസാനത്തിലും ജീവിച്ചിരുന്നു എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾക്കുള്ള സംശയം, അതേപോലെ തന്നെ അദ്ദേഹം ഏത് പ്രളയത്തിലാണ് ഈ അത്ഭുത ബാലനെ കണ്ടത് എന്ന സംശയം, ഈ സംശയത്തെയൊക്കെ ദൂരീകരിക്കാൻ പുരാണങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുള്ള മഹായോഗിയായിരിക്കുന്ന അങ്ങക്ക് സാധിക്കും. സകല പുരാണങ്ങളും അറിയും. അപ്പം ലോകത്തിന് പുരാണ ആചാര്യൻ എന്ന രീതിയിൽ അങ്ങേ വലിയ സമ്മതമാണ്. അങ്ങ് ഞങ്ങളുടെ ഈ സംശയത്തെ വേണ്ട പോലെ ദൂരീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ ശൗനകൻ. ആ ശൗനകൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത്. അവിടെ സൂതപൗരാണികൻ ഈ സമയത്ത് മാർക്കണ്ഡേയൻ്റെ കഥ പറയാനായിട്ട് ആരംഭിക്കുന്നു. ആ രംഗങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.